എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു എക്സസൈസുമായിട്ടാണ്. നമുക്ക് പീരീഡ്സ് ഒക്കെ ആവുമ്പോൾ ഭയങ്കര വയറുവേദനയാണല്ലേ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് ഒരു മരുന്ന് കഴിപ്പിക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പോഴാണെങ്കിലും മരുന്നിൻ്റെ പുറകെ പോകണം, മെഡിസിൻ എടുക്കുക. വയറുവേദന വന്നാൽ ഉടനെ ഒരു മെഡിസിൻ എടുത്ത് അങ്ങ് കഴിച്ചേക്കുക, അവർ സുഖമായി നടക്കുക. അപ്പം ആ ഒരു ഡേഞ്ചറസ് അത് ആരും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും അവർക്ക് കഠിനമായ വയറുവേദന എന്ന് പറയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ അവർക്കുള്ള ടാബ്ലറ്റ് അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതങ്ങ് എടുത്ത് കൊടുക്കും. എന്നാൽ കുറച്ചൊക്കെ അതിനെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ കുട്ടികൾക്കും അതിനെക്കുറിച്ചൊരു ഇതൊരു ഡേഞ്ചറാണ് എന്ന് ചിന്തിക്കുന്നവർ ഇത് കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്താൽ ആ ഡേഞ്ചർസിനെ നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് നമുക്ക് നിങ്ങളൊരു പീരീഡ്സ് 15-ാം തീയതിയാണ് നിങ്ങളുടെ പീരീഡ്സ് എങ്കിൽ നിങ്ങൾ അതിനും ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ കുട്ടികൾ ആണെങ്കിലും ഇപ്പം മുതിർന്നവരാണെങ്കിലും, അപ്പോൾ 15-ാം തീയതിയാണ് നമ്മുടെ പീരീഡ്സ് ഡേറ്റ് എങ്കിൽ ഒരു 8-ാം തീയതി മുതൽ ഈ ഒരു എക്സസൈസ് ചെയ്തു തുടങ്ങും. അപ്പോൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഏതൊരു സമയത്താണ് ഇതിനൊരു സമയം കിട്ടുന്ന ആ സമയം കണ്ടെത്തി നിങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു 15 പ്രാവശ്യമോ 20 പ്രാവശ്യമോ ഒക്കെ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെയിലി നിങ്ങളുടെ ആ പീരീഡ്സ് സമയം വരെ ചെയ്താൽ നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ വേദന മാറി നിൽക്കുന്നതാണ്. ഇത് അത്രയ്ക്കും നല്ലൊരു എക്സസൈസ്. അതുപോലെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു എക്സസൈസ് എങ്കിൽ അവരുടെ കാലുകൾക്ക് നല്ല ബലം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ നീക്കം ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ നടുവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ചരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ആ നടുവേദന നിങ്ങൾക്ക് മാറിക്കിട്ടാൻ, നടുവിനൊക്കെ പല വിലക്കം പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കൊളുത്തി പിടിക്കുന്ന ഒരു അവസ്ഥയെന്നൊക്കെ, അപ്പോൾ അത് മാറിക്കിട്ടാം. അതുപോലെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നെക്കും കൂടി ഇങ്ങനെ അതേ പൊസിഷന് വിടുകയാണെങ്കിൽ ആ നെക്കിൻ്റെ അവിടെയുള്ള പ്രശ്നങ്ങളും തേയ്മാനങ്ങൾ ഉണ്ടായിട്ട് അതിന് കൈക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഇതേ രീതിയിൽ ചെയ്യാമെങ്കിൽ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ടൊരു 3 മാസം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വയറുവേദന നിശേഷം മാറ്റാനാവും. അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. കാരണം നമ്മളത് സക്സസ് ആയതിനു ശേഷമാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ചെയ്യുക. പിന്നെ കൊളസ്ട്രോൾ കുറയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കൊളസ്ട്രോളും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ പറയാനുള്ളത്, പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് അവർക്ക് വല്ലാതെ വയറ് ചാടിയിരിക്കുന്നവർക്കൊക്കെ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ച എക്സസൈസ് ഇല്ലേ, അത് ഒരു ദിവസം ഒരു 30 പ്രാവശ്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ഫാറ്റ് ആയിട്ടുള്ളൊരു വയറ് കിട്ടും. ഫ്ലാറ്റാവും, ഉറപ്പാണത്. അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു എക്സസൈസാണത് കേട്ടോ. അതേതാണ് ഇന്ന് ഞാനൊന്നും കൂടി കാണിച്ചു തരാം. ഈ ഒരു എക്സസൈസാണ് നമ്മുടെ വല്ലാതെ തടിച്ചു തൂങ്ങിക്കിടക്കുന്ന വയറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആ വയറൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കൈക്ക്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൈമരവിപ്പ് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക്. അപ്പം ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്, എൻ്റെ കയ്യിലെ തരിപ്പും മരവിപ്പും ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സസൈസൊക്കെ കൈക്കുള്ളതൊക്കെ ഞാൻ അതുകൊണ്ടാണ് കാണിക്കുന്നത്. കൈയുടെ എക്സസൈസിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് ഈ കൈക്ക് തരിപ്പ് അതുപോലെ തന്നെ പുകച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കൈക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുകയും കൈക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ പിച്ചാത്തി എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ മാറിക്കിട്ടും. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എടുക്കാൻ സാധിക്കും അത്രയും പ്രാവശ്യം ചെയ്യുക. ഞാനപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ കൈയുടെ മസിൽ ഭാഗത്ത് മസിലൊക്കെ ഒന്ന് ടൈറ്റായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു തടഞ്ഞു നിൽക്കുന്ന ബ്ലഡൊക്കെ ഓടിത്തുടങ്ങുകയും അതോടൊപ്പം ആ ഒരു കൈമരവപ്പൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും.
ഇത് ശരിക്കും കാലിൻ്റെ ആ ഇടുപ്പുകൾക്ക് മസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ വയറും കുറയുന്നൊരു എക്സസൈസാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ദാണ്ടേ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ആരോഗ്യത്തെ എപ്പോഴും നിലനിർത്തുക.